150% വരെ വർദ്ധിപ്പിച്ചതിനെ റിയാദിലെ ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ സൌദി അറേബ്യ ഹർജി സമർപ്പിച്ചു. ഹർജി കേരള ഹൈക്കോടതി ഇന്ന് ഫയലിൽ സ്വീകരിച്ച് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. ഇന്ത്യൻ വിദേശകാര്യ വകുപ്പും റിയാദിലെ ഇന്ത്യൻ എംബസിയുമാണ് എതിർകക്ഷികൾ. ഇതാദ്യമായാണ് ഒരു പ്രവാസി വിഷയത്തിൽ കേരള ഹൈക്കോടതി ഇടപെടുന്നത്. സീനിയർ അഡ്വക്കേറ്റ് രാംകുമാറാണ് ഫൊക്കാസയ്ക്ക് വേണ്ടി റിയാദിലെ പ്രവാസികളായ ഹരികൃഷ്ണൻ, റാഫി പാങ്ങോട്, സിദ്ദീഖ് തുടങ്ങിയവർ നൽകിയ ഹർജിയിൽ ഹാജരായത്. ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിനും റിയാദിലെ ഇന്ത്യൻ എംബസിക്കുമുള്ള നോട്ടീസ് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ പരമേശ്വരൻ നായർ ഇന്ന് കോടതിയിൽ നിന്നും ഏറ്റുവാങ്ങി. നാട്ടിലെ പാസ്പോർട്ട് സേവനത്തിന് ഈടാക്കുന്നതിൽ നിന്നും നിരവധി മടങ്ങ് കൂടുതലായാണ് പ്രവാസികളിൽ നിന്നും വിവിധ എംബസികൾ ഈടാക്കുന്നത്. ഭരണഘടനയിലെ 14, 19, 21 എന്നീ വകുപ്പുകൾ പ്രകാരം പക്ഷപാതപരമാണെന്ന വാദം ജസ്റ്റിസ് TR രാമചന്ദ്രൻ നായർ അംഗീകരിക്കുകയായിരുന്നു. എയർ ഇന്ത്യക്കെതിരെയും മറ്റും നിരവധി പ്രവാസി സംഘടനകൾ കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നുവെങ്കിലും അനുകൂലമായ നിലപാടല്ല കോടതിയിൽ നിന്നും ലഭിച്ചത്. കൂടുതൽ ചോദ്യങ്ങളില്ലാതെ നേരിട്ട് ഹർജി ഫയലിൽ സ്വീകരിച്ച് കക്ഷികൾക്ക് നോട്ടീസ് അയച്ചത് പ്രവാസികൾക്ക് മൊത്തം നേട്ടമാണെന്ന് ഫൊക്കാസ പ്രസിഡന്റ് R മുരളീധരൻ അമൃത വാർത്തയോട് പറഞ്ഞു. എന്നാൽ 2012 ഒക്ടോബർ 1 പുതുക്കിയ പുതിയ പാസ്പോർട്ട് സേവന നിരക്ക് റദ്ദാക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല. കേസിൽ അടുത്ത വാദം കേൾക്കൽ ഡിസംബർ 20 മുൻപുണ്ടാകുമെന്നും രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന പ്രവാസികൾക്ക് അനുകൂലമായ തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി R മുരളീധരൻ പറഞ്ഞു. നരേന്ദ്രൻ ചെറുകാട്, അമൃത ന്യൂസ്.